എന്ത് വണ്ണമാണെന്ന്. ശരിയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, പലരും പറയുന്നേക്കാം ഭയങ്കര ഷോ ഓഫ് ആണ്, ഭയങ്കര ജാടയാണ്. ശരിയാണ്, ഫുള്ളായിട്ട് വിലയിരുത്താൻ പറ്റില്ല. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതായത് ഒരു നോർമൽ സംസാരവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇപ്പോൾ കൂടുതലും ജോസ്റ്റാനാണ് വീഡിയോയിൽ വരുന്നത്. അതിന് മുമ്പും ഞാനങ്ങനെ അധികം വന്നിട്ടില്ല. അത് നമ്മുടെ ചാനലിനെയും ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്, അതിനു വേണ്ടി വന്നതാണേ. അത് സംസാരിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് നിങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്, പുതിയതായിട്ട് കടന്നു വന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെൻസി മീ ലോ യൂട്യൂബ് ചാനലിലെ ബെൻസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് എന്ത് ചിന്തയാണ് വരുന്നത്? അതെനിക്കറിയണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ കുറച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ, കുറച്ചൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ, അല്ലെ ഒരാളെ ഒന്ന് കാണുമ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒന്നുകിൽ അയ്യോ നല്ലൊരു കുട്ടി, നല്ല പക്വതയുള്ള ഒരു കുട്ടി, അല്ലെന്നുണ്ടെങ്കിൽ നല്ല സംസാരം, നല്ല അച്ചടക്കം, അതുമല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് പെട്ടെന്ന് അടുക്കുന്ന സ്വഭാവമല്ലെന്ന് തോന്നുന്നു, അതുമല്ലെന്നുണ്ടെങ്കിൽ പലരും പറയുന്നേക്കാം ഭയങ്കര ഷോ ഓഫാണ്, ഭയങ്കര ജാടയാണ്, സംസാരം നല്ല രീതിയാണ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ആരണ്ടൊക്കെയാണെന്നാണ് ഭാവം. ഇങ്ങനെയൊക്കെ പല അസംഷൻസാണ് ഒരാളെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് ഇത്രയും കുറേ നാളായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. എന്നെക്കുറിച്ച് നിങ്ങളുടെ അസംഷൻ എന്താണ്? അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ചേച്ചി ഒരു വ്ളോഗ് കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഒരാളെ വിലയിരുത്തുന്നത്? ശരിയാണ്, ഫുള്ളായിട്ട് വിലയിരുത്താൻ പറ്റില്ല, അതെനിക്കും അറിയാം. എങ്കിലും കുറേയൊക്കെ അറിയാമായിരിക്കുമല്ലോ. എൻ്റെ സംസാര രീതി കേട്ടിട്ടും വ്ളോഗ് കേട്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്നെ കുറച്ചൊക്കെ അറിയാം. അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പുതിയതായിട്ട് വന്ന കുറേ നല്ല കുട്ടികളുണ്ട്. അവർക്ക് പഴയ വ്ളോഗുകൾ കണ്ടിട്ടില്ലായിരിക്കാം. അവർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാൻ നാട്ടിൽ ജനിച്ച് വളർന്നതാണ്. ജോലി സംബന്ധമായിട്ട് ബോംബെയിൽ വന്നതാണ്. ഇവിടെ വന്ന് ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ജോലിയായി. ഇപ്പോൾ സീനിയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡും ഇവിടെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ എല്ലാ വ്ളോഗിലും ജോസാൻ വരാറുണ്ട്. ഹസ്ബൻഡും ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികൾ ആയിട്ടില്ല. ഇത്രയുമാണ് ബേസിക്കായിട്ട് എന്നെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് തോന്നുന്നതെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നത് അയ്യോ എന്ത് വണ്ണമാണെന്ന്. ശരിയാണ്, അത് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് വണ്ണമുണ്ട്. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് ഇടണം. ചേച്ചി ഇച്ചിരി ടഫ് ക്യാരക്ടറാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി അല്പം ദേഷ്യമുള്ള സ്വഭാവമാണെന്ന് തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റാണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് കമൻ്റ് ഇട്ടാൽ ഞാനത് കറക്റ്റാണോ അല്ലയോ, നിങ്ങൾ എന്നെപ്പറ്റി ഊഹിച്ചത് ശരിയാണോ അല്ലയോ എന്നൊക്കെ ഞാനത് മറുപടിയായിട്ട് പുതിയൊരു വീഡിയോ ഇടും. എനിക്കൊരു ആഗ്രഹം അത്രയേ ഉള്ളൂ. കാരണം കുറേ നാളായില്ലേ നമ്മളിപ്പോൾ പരസ്പരം അറിഞ്ഞു തുടങ്ങിയിട്ട്. കുറേ നാളായി എൻ്റെ ടിപ്സ് വാച്ച് ചെയ്യുന്നവരുണ്ട്, കുക്കിംഗ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ചാനലെന്ന് പറയുന്നത് ഒരു അവിയൽ ചാനലാണ്, എല്ലാം ഉൾപ്പെടുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോൾ പലരും എനിക്ക് കമൻ്റ് ഇട്ടത് സൗണ്ട് കേട്ടപ്പോൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചത്, കണ്ടപ്പോൾ അങ്ങനെയല്ല. പിന്നെ കുറേ പേര് പറഞ്ഞത് ചേച്ചി ബ്യൂട്ടി ടിപ്സൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഫാഷൻ ലേഡിയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കുറേ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഇതാണ് ബെൻസി ചേച്ചി, ഇത്രയേ ഉള്ളൂ. വീട്ടിലായാലും പുറത്തായാലും ഏതെങ്കിലും ഫംഗ്ഷന് പോയാലും ഓഫീസിലായാലും ഈ ഒരേ ഒരു ലുക്കേ ഉള്ളൂ ബെൻസി ചേച്ചിക്ക്. അപ്പോൾ ഇതാണ് ഞാൻ. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. യൂട്യൂബ് തന്ന നല്ല ഒന്നാന്തര 8ൻ്റെ പണിയാണത്. അത് കാരണം ചാനലിനെ അത്
ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആരും മറുപടി ഇടാതെ പോകരുത്. എനിക്കറിയണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ 3-4 വർഷമായി നമ്മൾ പരസ്പരം കാണാൻ തുടങ്ങിയിട്ട് എന്നെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിലെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ പറയും ചേച്ചി വണ്ണം കുറയ്ക്കണമെന്ന്. തീർച്ചയാണ്, ഞാൻ അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചും ഇപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോയിലും പറയുന്നില്ല, വീഡിയോ ഇടുന്നുമില്ല. ഏത് റിസൾട്ട് കിട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വരാം. ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റ.